ഹലോ എവ്രിവൺ. ഈറ്റുമനയില്ലത്തെ യക്ഷി എന്ന കഥയുടെ 7ാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. രാഗിണി തമ്പുരാട്ടിയുടെ ഭർത്താവാണ് മൂത്തത്. ഇളയ 2 പേർ വിവാഹം കഴിഞ്ഞ് കൂടെ തന്നെ താമസമായിരുന്നു. ആയിടക്കാണ് അവിടുത്തെ ഇളയ തമ്പുരാനായ മഹാദേവൻ ഒരു ക്രിസ്ത്യാനി പെണ്ണുമായി ഇഷ്ടത്തിലാവുന്നത്. മനയിലെ 3 ജ്യേഷ്ഠന്മാരും ഭാര്യമാരും അച്ഛനും അമ്മയുമെല്ലാം എതിർത്തുവെങ്കിലും അവളെ മറക്കാൻ മഹാദേവൻ തയ്യാറായില്ല. ഒടുവിൽ മനയിലെ ആരുടെയും സമ്മതമില്ലാതെ തന്നെ അവൻ നാൻസി എന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മനയിലേക്ക് കൊണ്ടുവന്നു. ആ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ പരമാവധി അവളെ കുടുംബത്തു നിന്നും മഹാദേവൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചുവെങ്കിലും മഹാദേവൻ ആരെയും ഗൗനിച്ചതേയില്ല. 2 വർഷങ്ങൾ നാൻസി മഹാദേവനൊപ്പം മനയിൽ താമസിച്ചു. അതിനിടെ അവർക്കൊരു ആൺകുഞ്ഞു പിറന്നു. എന്നാൽ മനയിലുള്ളവരാരും തന്നെ നാൻസിയെ അവിടുത്തെ മരുമകളായി അത്രയും കാലം അംഗീകരിച്ചില്ലായിരുന്നു. 2 വർഷക്കാലം എല്ലാ പീഡനങ്ങൾക്കും നാൻസി ഇരയായി തീർന്നു. ഒടുവിൽ മനം നൊന്ത് അവൾ ആത്മഹത്യ ചെയ്തു. നാൻസി ആത്മഹത്യ ചെയ്യാനുള്ള വ്യക്തമായ കാരണം മനയിലുള്ളവർക്കോ നാട്ടുകാർക്കോ ഒന്നും തന്നെ വ്യക്തമായിരുന്നില്ല. നാൻസിയുടെ മരണത്തിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മഹാദേവനും സ്വയം ജീവനെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നാൻസിയുടെ ആത്മാവ് ഈ മന വിട്ട് പോയിട്ടില്ല. മനയിലെത്തുന്ന ഈ ഇല്ലത്തുള്ളവരെ മാത്രമേ അവൾ ഇതുവരെ ഉപദ്രവിച്ചിട്ടുള്ളൂ. ആദ്യമായാണ് ആൻ്റണിയെപ്പോലുള്ള ഒരാളെ അവൾ കൊല ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. രാഗിണി തമ്പുരാട്ടി സംശയത്തോടെ കൈമലർത്തി. തിരിച്ച് ഹോട്ടലിലേക്ക് വണ്ടി ഓടിച്ചത് ഉണ്ണിയായിരുന്നു. പുറകിൽ യമുനയ്ക്കൊപ്പം ഇരുന്ന കാർത്തിക്കിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങിയിരുന്നു. കാർത്തി, എനിക്കറിയാം തനിക്ക് ഈ മന വാങ്ങണമെന്നത് വല്ലാത്ത ആവേശമായിരുന്നു. പക്ഷേ ഇത് മരണക്കളിയാണ്. തൽക്കാലം നമുക്കിത് ഉപേക്ഷിക്കാം. യമുന അവൻ്റെ തോളിൽ കൈവച്ചു. ഉണ്ണി വണ്ടി നിർത്തി. ഇത്രയ്ക്ക് സങ്കടപ്പെടാൻ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ കാർത്തികിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ണി, നിങ്ങളൊന്നും കരുതും പോലെയല്ല കാര്യങ്ങൾ. നിനക്കും യമുനക്കും ഒന്നും അറിയില്ല. എൻ്റെ ജീവിതവും ഈ മനയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എത്രയോ കാലങ്ങളായില്ലേ നിങ്ങൾ ചോദിക്കുന്നു. വെറുതെ പത്രത്തിൽ മന വിൽക്കാനുണ്ടെന്ന പരസ്യം കണ്ട് ഓടി വന്ന ഒരാളല്ല ഞാൻ. ഞാൻ ഈറ്റുമന ഇല്ലത്തിലെ ഒരവകാശി തന്നെയാണ്. തമ്പുരാട്ടി പറഞ്ഞ മഹാദേവൻ തമ്പുരാൻ്റെയും നാൻസിയുടെയും ഒരേ ഒരു മകൻ അത് ഞാനായിരുന്നു. അവൻ്റെ വാക്കുകൾ കേട്ട യമുനയും ഉണ്ണിയും ഒരുപോലെ നടുങ്ങിപ്പോയി. തമ്പുരാട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ തറവാട്ടിൽ അലയുന്ന ആത്മാവ് എൻ്റെ അമ്മയുടേതാണ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. എനിക്കെൻ്റെ അമ്മയെ കാണണം. ഈ കഥ ഇവിടെ അവസാനിക്കണം. യക്ഷിയായി അലയുന്ന അവരെ ഞാൻ ചെന്ന് കാണും. എന്നെ ആ ആത്മാവ് തിരിച്ചറിയുമോ എന്ന് എനിക്കറിയണം. ഈ നാട്ടുകാർ പറയുന്ന യക്ഷിയുടെ കഥ സത്യമാണോ എന്ന് എനിക്കറിഞ്ഞേ തീരൂ. കാർത്തിക് സങ്കടത്തോടെ കാറിനകത്തേക്ക് തന്നെ കയറിയിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം യമുനയും ഉണ്ണിയും കാണാതെ കാർത്തിക് ഈറ്റുമന ഇല്ലം ലക്ഷ്യമാക്കി വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു. ഏറെ ദൂരം കാറോടിച്ച് അവൻ മനയുടെ മുൻവശത്തെത്തി. വിജനമായ പ്രദേശത്ത് ആ മന ഒരു പിശാചിനെ പോലെ തലയെടുപ്പോടെ നിന്നു. അവൻ പതിയെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ചെന്നു. ആ പറമ്പിലും ആ ഇല്ലത്തും അവൻ ആരെയോ തിരയും പോലെ അലക്ഷ്യമായി നടന്നു. കുട്ടിക്കാലത്തെ വേദനിക്കുന്ന ഓർമ്മകൾ അവൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചു കൊണ്ടിരുന്നു. അമ്മ മരിച്ച ശേഷം അച്ഛൻ ഏറെ പ്രയാസത്തിലായിരുന്നു. അച്ഛൻ്റെ കൂടെ ഇരുന്ന് താൻ ഒരുപാട് കരഞ്ഞിരുന്നു. അമ്മയുടെ സ്നേഹം കൂടി നൽകി തന്നെ അദ്ദേഹം നോക്കുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ തന്നെ തനിച്ചാക്കി അച്ഛനും സ്വയം ജീവിതം അവസാനിപ്പിച്ചു. തറവാട്ടിൽ ഒരാൾക്ക് പോലും കുട്ടിയായിരുന്ന തന്നോട് സ്നേഹമുണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ശല്യം സഹിക്കാനാവാതെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന താൻ ഈ നാടും വീടും ഉപേക്ഷിച്ച് ടൗണിലേക്ക് ഓടിയൊളിച്ചു. ആരോരുമില്ലാത്ത നഗരത്തിലെത്തിപ്പെട്ട തനിക്ക് അവിടെയും ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു കിട്ടിയത്. എങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും ജീവിതം നന്നായി കെട്ടിപ്പടുക്കണം എന്ന അടങ്ങാത്ത ആവേശം മനസ്സിലുണ്ടായിരുന്നു. കാർത്തിക് ഒരുപാട് കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് ഇന്നീ നിലയിലെത്തിയത്.
അവൻ മനയുടെ കുളക്കരയിൽ നിരാശയോടെ വന്നിരുന്നു. ചുട്ടുപൊള്ളുന്ന ഓർമ്മകൾ മനസ്സിനെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ കുനിഞ്ഞ് കുളത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ നിന്നും അല്പം കൈകളിലേക്ക് കോരിയെടുത്തു. അതിൽ പതിയെ മുഖം കഴുകി. തൻ്റെ പിന്നിലായി പെട്ടെന്ന് ആരോ വന്ന് നിൽക്കുന്നത് പോലെ അവന് തോന്നി. അമ്മ. അവൻ്റെ ഉള്ളിൽ ഒട്ടും പേടി തോന്നിയില്ല. അമ്മയ്ക്ക് തന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു. ഒരിക്കലും അമ്മ തന്നെ ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസം അവൻ്റെ നെഞ്ചിലുയർന്നു. അവൻ്റെ മുൻപിലായി ജലത്തിൽ പിന്നിലുള്ള ആളിൻ്റെ പ്രതിബിംബം അവൻ കണ്ടു. സുന്ദരിയായ ഒരു പെൺകുട്ടി. ആത്മാവിന് പ്രതിബിംബമുണ്ടാകുമോ? അവന് സംശയം തോന്നാതിരുന്നില്ല. കാർത്തിക് പതിയെ തിരിഞ്ഞു നോക്കി. സൗന്ദര്യം തുളുമ്പുന്ന ആ യുവതിയുടെ മുഖത്ത് പൂർണ്ണചന്ദ്രൻ്റെ ശോഭ പരക്കുന്നു. അവൾ പതിയെ പുഞ്ചിരിക്കുന്നു. തലയിൽ മുല്ലപ്പൂ ചൂടിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ മുഖം ഇങ്ങനെയായിരുന്നുവോ? അല്ല. ചെറിയ പ്രായത്തിൽ കണ്ടതാണെങ്കിലും ആ മുഖം തൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അമ്മയും സുന്ദരിയായിരുന്നു. പക്ഷേ അവൻ സംശയത്തോടെ എഴുന്നേറ്റ് നിന്നു. താങ്കൾ ആരാണ്? ഈ സമയത്ത് എന്തിനാണ് ഇവിടേക്ക് വന്നത്? യുവതി കാർത്തികിൻ്റെ മുൻപിൽ പതിയെ സംസാരിച്ചു. അവൻ്റെ ചുറ്റിനും മുല്ലപ്പൂവിൻ്റെ ഗന്ധം പരന്നു. എൻ്റെ പേര് കാർത്തി. ഞാൻ ഈ മനയിലേക്ക് രണ്ടാമത്തെ വട്ടമാണ് വരുന്നത്. ഇവിടെ ആൾതാമസമില്ലെന്നാണ് വർഗീസേട്ടൻ പറഞ്ഞത്. പിന്നെ നീ ആരാണ് പെണ്ണേ? കാർത്തിക് അവളോടായി തിരിച്ചു ചോദിച്ചു. അവൾ പതിയെ ഒന്ന് ചിരിച്ചു. ഞാൻ മായ. ദാ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അവൾ മനയുടെ പടിഞ്ഞാറ് വശത്തെ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് വിരൽ ചൂണ്ടി. ഇവിടുത്തെ ആളനക്കം കണ്ടപ്പോൾ ഞാൻ വന്നു നോക്കിയതാ. അവളുടെ വാക്കുകളിൽ വശ്യത കലർന്നിരുന്നു. കാർത്തിക് അപ്പോഴും അവളെ തന്നെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. കടഞ്ഞെടുത്ത അവളുടെ ശരീരവും സൗന്ദര്യം തുളുമ്പുന്ന മുഖവും ഏതു പുരുഷനെയും മയക്കാൻ കഴിയുന്ന വശ്യമായ പുഞ്ചിരിയും ഇവൾക്കുണ്ടെന്ന് കാർത്തികിന് തോന്നി. ഇവളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം കണ്ടെത്തിയേ മതിയാവൂ. ലൈഫിൽ റിസ്ക് എടുത്തവർക്കേ സക്സസ് ആവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഭയമല്ല വേണ്ടത്, ജാഗ്രതയോടെ ഇവൾക്ക് പിന്നാലെ പോവണം. അവൻ അപകടമാണെന്നറിയാതെ മായയുടെ മുഖത്തേക്ക് ശ്രദ്ധയോടെ നോക്കി നിന്നു. ഈറ്റുമന ഇല്ലത്തെ യക്ഷി കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.